മർദ്ദനവും തെറിയുമാണ് ഉഷാമയുടെ ചികിത്സാ രീതികൾ. കൊടുങ്ങല്ലൂരമ്മയും ഭീമാപ്പള്ളിയുമ്മയും താനാണെന്ന് ഉഷാമ അവകാശപ്പെടുന്നു. എന്റെ കൊച്ചുമോനാ, 6 മാസമായി. ജീവിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് പറയാണ്, അതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമൊഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും. അതാണ് വിശ്വാസ സ്നാനം. സ്തോത്രം. നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ പോരാ. നീ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛന്മാരും ഭട്ടക്കാരും യേശു കാണിച്ച മാതൃക പ്രകാരം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ എന്നെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഇതുപോലെ സ്നാനപ്പെടുത്തും. ഉടുപ്പിടാൻ പോവുകയാണ്. ഞാൻ ഇനി ഉടുപ്പിടുകയില്ല. വിശ്വാസസ്നാനം ശരിയല്ലെന്ന്, ഈ വിശ്വാസ സ്നാനം തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ ആരെങ്കിലും പരസ്യമായി ഇവിടെ വന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ ഇതിടത്തില്ല. ആശാരി ഉദ്ദേശി ഇന്നു മുതൽ ഉടുപ്പിടുകയില്ല. നമ്മുടെ കർത്താവ് വരാറായി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. രക്തം ചൂടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ രക്തം ആ വിഷയത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു തോർത്തു പ്രസംഗിക്കുകയാണ്. ഞാനൊരു തോർത്ത് ഉടുത്തുകൊണ്ട് പ്രസംഗിക്കും. സ്നാനം ശരിയാണെന്ന് പെരുമ്പാവൂരിലെ പരമയോഗ്യന്മാരെ പറ്റിട്ട് സ്നാനപ്പെടാത്ത പരമകള്ള ദൈവം നിന്നെ വിടത്തില്ല. ദൈവം നിന്നെ വിടുകയില്ല. ദൈവം നിന്നോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും. എന്റെ തല കണ്ടിച്ചോ. യേശു കാണിച്ച സ്നാനപ്പെടുത്തണം. യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെടുത്തണം. ഇത് പെന്തിക്കോസ്തുകാരുടെ വീട്ടുവകയല്ല സ്നാനം. എന്നെ വിടരുത്. എന്നെ പട്ടിയെ തല്ലുമ്പോൾ തല്ലണം. അല്ലെങ്കിൽ തിരുമേനിമാരും അച്ഛന്മാരും കയറി കോടതിയിൽ കേസ് കൊടുത്താൽ എന്നെ അകത്ത്. ഇടപ്പള്ളിയിൽ പെൺകുട്ടികൾക്കായി സന്തോഷ് മാധവ് ഒരു അനാഥാലയം നടത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഇവിടത്തെ പെൺകുട്ടികളുടെ സംരക്ഷകനായി ചമഞ്ഞു നടന്ന സ്വാമി ഇവരെ പലർക്കും കാഴ്ചവെച്ചു. സന്തോഷ് മാധവ് അറസ്റ്റിലായതോടെ തങ്ങൾ അനുഭവിച്ച പീഡന കഥകൾ പെൺകുട്ടികൾ പുറം ലോകത്തെ അറിയിച്ചു. സാധാരണ ഇവര് ഫൈനാൻഷ്യൽ സ്പോൺസറായിട്ടാണ് സ്വാമി ഈ കുട്ടികളുടെ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ഫൈനാൻഷ്യൽ സ്പോൺസറായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം സ്പോൺസർ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിലായിരുന്നു ഏർപ്പെടുന്നത്. ഇങ്ങനത്തെ 7-8 പെൺകുട്ടികളെ ഈ രീതിയിൽ തന്നെ വശീകരിച്ച് റേപ്പ് ചെയ്തതായി വിവരമുണ്ട്. അതും ചെറിയ പെൺകുട്ടികൾ, 15 ഇയേഴ്സിന് മൈനറായ പെൺകുട്ടികളെ. ഇപ്പൊ ഈ കുട്ടികളുടെയൊക്കെ ഫിലിംസും ഉണ്ടാക്കിയെന്നാണ് നമ്മുടെ വിവരം. ഇത്തരം ആഭാസകരമായ പൂജകൾക്കായി ചലച്ചിത്ര നടികൾ ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതർ പലരും ഇവിടെ വന്നുപോയി. അനവധി ആളുകൾ വരാറുണ്ട്. സിനിമാക്കാർ വരാറുണ്ട്, രാഷ്ട്രീയക്കാർ വരാറുണ്ട്. ശാന്തി തീരത്തിൽ ഓഹരിയുണ്ട് എന്ന് പറയുന്ന വിദേശ മലയാളികൾ ഒരു ലക്ഷ്യവുമില്ലാതെ ലക്ഷങ്ങൾ വലിച്ചെറിയുകയായിരുന്നു. സന്തോഷ് മാധവിന്റെ മാനേജർ എന്ന നിലയിൽ അധപ്പതിച്ച സാം ക്രിസ്റ്റി എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഈ കച്ചവടത്തിൽ എത്രയായിരുന്നു ലാഭം? തിരശീലയ്ക്ക് പിന്നിലിരുന്ന് വിറയ്ക്കുന്ന ഉന്നതരിൽ ആരുടെ നേർക്കും എന്തുകൊണ്ടാണ് അന്വേഷണം നീളാത്തത്? താൻ ലാഭത്തിനു വേണ്ടി നടത്തിയ ബിസിനസ് തന്നെയായിരുന്നു ആത്മീയതയെന്ന് സന്തോഷ് മാധവ് അറസ്റ്റിന് മുമ്പ് സമ്മതിക്കുന്നുമുണ്ട്. എല്ലാ ചെറുപ്പക്കാരും ലോകത്തിലുള്ള പല കാര്യങ്ങളും അറിയാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയം ഞാൻ എന്റെ കാര്യങ്ങളിരുന്ന് ആലോചിക്കും. രാവിലെ എഴുന്നേറ്റ് ആ ബിസിനസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ നമ്മുടെ ലാഭം എന്താണ്, അത് നമുക്ക് അനുകൂലമായി വരുമോ, ഇങ്ങനെ ചിന്തിച്ച് ആര് പ്രവൃത്തി എടുത്താലും അവർക്ക് പണം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ മന്ത്രം എന്ന് പറയുന്ന മന്ത്രചിയ ശരീരം ഉണ്ടാവുന്നു എന്നാണ് മന്ത്രശാസ്ത്രം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ആളുകൾ ഒരു മരത്തിനരികിലേക്ക് ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആ മരത്തിൽ തൊട്ടിലി കെട്ടി തൂക്കുന്നു. അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുന്നു. ആ മരത്തിൽ തുണി കെട്ടി തൂക്കിയാൽ സന്താനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആര്? ദിവസത്തിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ, പടച്ചതമ്പുരാനെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നവർ, ആ റസൂലാണ് ഞങ്ങളുടെ നബി എന്ന് സാക്ഷ്യം വഹിക്കുന്നവർ. ആരാണിത് പഠിപ്പിക്കുന്നത്? ആരാണിതിന് നേതൃത്വം നൽകുന്നത്? ഇമാമുമാരാണ്, പള്ളികളിലെ ഇമാമുമാരാണ്.
കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റിക്കൊണ്ടത്. ചാക്കിൽ കെട്ടിയിട്ട്. മുജാഹിദിന്റെ പെണ്ണുങ്ങളെ പീന്ന് കാണുന്ന നിങ്ങൾക്ക് പീന് പൈസ ഉണ്ടാക്കുന്നത് പൈസ അല്ല, പൊന്ന്. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ? വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ഇവർ ഓഫറാ. മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ? മൂപ്പരെ ഏൽപ്പിച്ചാൽ ഇത് കൊടുക്കാനേ. സ്വർഗം വേണോ സ്വർണം വേണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അപ്പൊ ആഭരണങ്ങളൊക്കെ ബക്കറ്റിൽ കൊടുക്കണമെന്നാ പറയും. സുലൈമാൻ സക്കാഫി മാളിയേക്കല് പറയാ എന്ത്? അതേ ഹജ്ജിന് വരുന്നവർ ചെരുപ്പ് കള്ളന്മാരുണ്ട് ഹജ്ജിന് വരുന്ന ആൾക്കാര്. പിന്നെ പറയാണ് സ്ത്രീകളെ തൊടാൻ വരുന്നുണ്ട്, സ്ത്രീകളെ സ്പർശിക്കാൻ വരുന്നുണ്ട് ഹജ്ജിന്. ആരാ ഹജ്ജിന് പോകുന്നത്? ആരാണ് ആ ബൗണ്ടറി കയറുന്നത്? മുസ്ലിങ്ങളല്ലാതെ ആരെങ്കിലും ആ ബൗണ്ടറിയിലുണ്ടോ? ഹജ്ജ് ചെയ്യാൻ വരുന്നവർ സ്ത്രീകളെ സ്പർശിക്കാൻ വരുന്നവരാണെന്ന് അലവി പറയുന്നത്, സുലൈമാൻ പറയുന്നത്. ചില ആളുകൾ അവിടെ പോണുണ്ട്, അവിടെ തിരക്കുണ്ടാക്കുന്നുണ്ട് ബോധപൂർവം. പോക്കറ്റ് അടിക്കാൻ അവിടെ ഹജ്ജിന് ആൾ വരുന്നുണ്ട് അലവി പറയുന്നുണ്ട്. മക്കളെ പേര് പറഞ്ഞിട്ട് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ അവർ പുസ്തകം ഇറക്കി. കുറെ മക്കളെ ഫോട്ടോ, നിരന്നു നിൽക്കുന്ന ഫോട്ടോ. അപ്പൊ മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോ PM അബൂബക്കർ സാഹിബ് നേരത്തെ സ്കൂൾ അനുവദിച്ചു കൊടുത്തു, എയ്ഡഡായിട്ട്. മർക്കസിന്റെ സ്കൂൾ എന്ന പേര്. പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശമ്പളം കൊടുക്കുന്ന എല്ലാവർക്കും പഠിക്കാൻ വരാം. 7 സ്കൂൾ. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും അസംബ്ലി വിളിച്ചിട്ട് ഫോട്ടോ പിടിക്കാം. ഇങ്ങനെ കുട്ടികളെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചില ആളുകളെ കയ്യിൽ ഈ ബുക്ക് കിട്ടിയപ്പോ ആളുകൾ ഞാൻ അത്ഭുതപ്പെടുക. സുബ്ഹാനല്ലാഹ്, എന്റെ മോനാണത്, കുട്ടിയുടെ വാപ്പ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവർ പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ശമ്പളമാണെങ്കിലോ ഇന്ത്യ ഗവൺമെന്റ് കേരള സർക്കാരും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് എന്താ അവകാശമുള്ളത്? ഇയാൾക്കൊരു അവകാശമില്ല. എന്നിട്ട് നമ്മുടെ മക്കളെ പേരിൽ എത്തി മക്കളെന്ന് പറയുകയോ. ഈ വർഷം അവർ പുറത്തിറക്കിയ മർക്കസിന്റെ സമ്മേളനത്തിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ പരസ്യമായി അവർ അച്ചടിച്ചതാ ഈ ഫോട്ടോ. ഈ നിരന്നു നിൽക്കുന്ന ഈ ഫോട്ടോ കാട്ടിയിട്ട് ആ ഫോട്ടോ മുഴുവനും എത്തി മക്കളാണ് എന്ന് എന്താ പറയുന്നത്? മർക്കസിന്റെ തണലിൽ ധന്യരായി. അതാണ് ബാപ്പല്ലാത്ത കുട്ടികൾക്ക് ബാപ്പുണ്ടാക്കുന്ന അത്ഭുത വിദ്യ. ഇനി ത്രിവർണ്ണ പതാക, മുകളിൽ കുങ്കുമം, അടിയിൽ പച്ച, നടുക്ക് വെള്ള. എന്താ കുങ്കുമം? ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മൗലി കാണുന്ന ഈ കുങ്കുമം. ഈ താഴെ കാണുന്ന പച്ച അതല്ല, അത് സസ്യസമ്പൂർണമായ ഭാരതഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച. പിടി കിട്ടിയോ? പക്ഷെ നടുക്കത്തെ വെള്ളയുണ്ടല്ലോ, അത് നമ്മളാ. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ള നടുക്ക് വന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദേശീയ പതാകയുടെ നടുക്ക് വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം, വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. ഈ ചക്രം ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ചിഹ്നം അശോക ചക്രം, അത് വെള്ളയല്ല. അത് പച്ചയ്ക്കും കൊടുത്തില്ല, കുങ്കുമത്തിന് ദൈവം കൊടുത്തില്ല, അത് വെള്ളയ്ക്കാ തന്ന ഗ്ലോറി. ഇനി കേൾക്കണോ? അശോക ചക്രം എന്ന അതിന്റെ പേര്. ശോകം ദുഃഖം, അശോകം ദുഃഖം മാറുമെന്ന്. അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ളേ വരണം. നീ പച്ചയാണേലും വരണം, കുങ്കുമമാണേലും ദുഃഖം മാറണേ വെള്ളേ വരണം. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം. അതിന്റെ അർത്ഥം യേശുവിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക് പ്രകാശം കിട്ടുകയില്ല. Praise the Lord.